എല്ലാവർക്കും നമസ്കാരം. എൻഎസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ മെഷീൻ ടൂളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ടുള്ള ആംഗിൾസ് ഒക്കെ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇനി നമുക്ക് നോക്കേണ്ടത് ആ ഒരു കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ട് ആ ഒരു ടൂൾ നോമൻക്ലേച്ചർ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു എങ്ങനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ആ ഒരു ടൂൾ ലൈഫ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അതിലേക്ക് നമുക്ക് പോകാം. സോ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു കണ്ടത് അല്ലേ. അതായത് നമ്മളൊരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, അതിന്റെ ബേസിക് ആയിട്ടുള്ള ആംഗിൾസ് കണ്ടിരുന്നു അല്ലെ. ബേസിക് ആയിട്ടുള്ള റേക്ക് ആംഗിൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ റിലീഫ് ആംഗിൾ കണ്ടിരുന്നു. സോ അത്തരത്തിലുള്ള കുറച്ച് ഇപ്പൊ കട്ടിംഗ് എഡ്ജ് ആംഗിൾ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സോ ഈ ഒരു ചിത്രം നമുക്ക് ഓൾറെഡി നമ്മൾ ഫെമിലിയർ ആണ്. ഓക്കെ, ഫൈൻ. സോ ഇനി നമുക്ക് നോക്കേണ്ടത് അതിന്റെ ഒരു ഡെസിഗ്നേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ടൂൾ സിഗ്നേച്ചർ എന്നാണ് പറയുക, ടൂൾ സിഗ്നേച്ചർ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു സിംഗിൾ പോയിന്റ് കട്ടിങ്ങിൽ നമ്മൾ ആ ഒരു ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ചോദ്യം വരുന്നത് നമ്മളോട് ഇത്തരത്തിലുള്ള ഒരു സിഗ്നേച്ചർ ഇതും, അതായത് 10, 20, 70, 7, 6, 8, 5 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരുന്നുണ്ടാവും. സോ അതൊരു ഓർഡറിൽ നമുക്ക് തരുന്നുണ്ടാവും. സോ അതിനകത്ത് നിന്ന് ഓരോ ആംഗിളുകൾ ഏതാണെന്നുള്ളത് രീതിയിൽ എന്താണ് പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പം കറസ്പോണ്ടിങ് ആംഗിൾസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യമാണ് പൊതുവെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ പറയുന്ന ടൂൾ സിഗ്നേച്ചർ എത്ര എലമെന്റുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ 7 കമ്പോണന്റുകളാണ് ഉള്ളത്. ഓക്കെ, 7ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 7ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇത്തരം നോക്കുകയാണെങ്കിൽ 10, 1, 2, 3, 4, 5, 6, ദെൻ അവസാനം 7 അല്ലെ. ഇത്തരത്തിൽ 7 കമ്പോണന്റുകളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ടൂൾ സിഗ്നേച്ചറിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് ഏതൊക്കെയാണ്, അതിന്റെ ഓർഡർ എങ്ങനെയാണെന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഒരു ടൂൾ സിഗ്നേച്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ ടൂൾ സിഗ്നേച്ചർ തന്നിട്ടുണ്ട്. 10, 20, പിന്നെ 7, 6, 8, 15, പിന്നെ എന്താണ് 0.8 mm അല്ലെങ്കിൽ 1/32 ഇഞ്ച് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് റേക്ക് ആംഗിൾ ആണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. സോ അതിന്റെ ഓർഡർ ബേസിക്കലി വരുന്നത് ആദ്യം റേക്ക് ആംഗിൾ വരുന്നുണ്ടാവും റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത്. ഈ റേക്ക് ആംഗിൾ തന്നെ നമുക്കറിയാം രണ്ട് തരത്തിൽ നമ്മൾ പഠിച്ചിരുന്നത് ഏതൊക്കെയായിരുന്നു. ബാക്ക് റേക്ക് നമ്മൾ പഠിച്ചു അല്ലെ, ബാക്ക് റേക്ക് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ സൈഡ് റേക്കും പഠിച്ചു അല്ലെ, സൈഡ് റേക്കും പഠിച്ചു. അപ്പൊ ആദ്യത്തെ ഓർഡറിനകത്ത് ആദ്യം വരുന്നത് റേക്ക് ആംഗിൾ ആണെന്നുള്ളത് ഓർത്തിരിക്കാം, റേക്ക് ആംഗിൾ ഓർത്തിരിക്കാം. അതിനകത്ത് തന്നെ ബാക്ക് റേക്ക്, സൈഡ് റേക്ക്. ഓക്കെ, സോ ഒന്നാമത്തതായി, രണ്ടാമത്തതായി. ഇനി മൂന്നാമത്തത് വരുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ വരുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് റിലീഫ് ആംഗിൾ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഏതാണ് റിലീഫ് ആംഗിൾ? റിലീഫ് ആംഗിൾ ആയിരിക്കും നമ്മൾ എന്ത് അവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ റിലീഫ് ആംഗിൾ തന്നെ രണ്ട് തരത്തിലുണ്ട് നമുക്ക് പറയാം. റിലീഫ് ആംഗിളും രണ്ട് തരത്തിലുണ്ട്. അപ്പം എന്താണ് ഈ പറഞ്ഞ രീതിയിൽ എൻഡ് റിലീഫും ഉണ്ട്, സൈഡ് റിലീഫും ഉണ്ട്. അപ്പൊ ഓൾറെഡി നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് റേക്ക് കഴിഞ്ഞു, സൈഡ് റേക്ക് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡ് ആണോ? അല്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സൈഡുകൾ അടുപ്പിച്ചടുപ്പിച്ച് വരില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. രണ്ട് സൈഡുകൾ, അതായത് സൈഡ് റേക്കും സൈഡ് റിലീഫും അടുപ്പിച്ചടുപ്പിച്ച് വരില്ല. റേക്ക് കഴിഞ്ഞാൽ സൈഡ് റേക്ക്, സൈഡ് റേക്ക് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റിലീഫ് ആണ്. സൈഡ് റിലീഫ് വരുമോ? ഇല്ല. അപ്പൊ സൈഡ് റിലീഫ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉള്ളത്? എൻഡ് റിലീഫ് ആയിരിക്കും. അപ്പൊ എൻഡ് റിലീഫ് ആയിരിക്കും നമുക്ക് എവിടെ വരുന്നുണ്ടാവുക, അവിടെ മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, മൂന്നാമത്തെ ആ ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്നുണ്ടാവുക എൻഡ് റിലീഫ് ആയിരിക്കും. സോ നാലാമത്തെ എന്തായിരിക്കും? അപ്പോൾ എൻഡ് റിലീഫ് കഴിഞ്ഞാൽ സൈഡ് റിലീഫ് വരും. സോ സൈഡ് റിലീഫ് നമ്മൾ അവിടെ കൊടുത്തു, സൈഡ് റിലീഫ് കൊടുത്തു. അപ്പൊ ബാക്ക് റേക്ക്, സൈഡ് റേക്ക്, എൻഡ് റേക്ക്, അതുപോലെ എൻഡ് റിലീഫ്, ദെൻ അതുപോലെ സൈഡ് റിലീഫ്. അപ്പൊ റിലീഫ് ആംഗിൾ കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ആളാണ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. കട്ടിംഗ് എഡ്ജ് ആംഗിൾ അല്ലെ, കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അപ്പൊ കട്ടിംഗ് എഡ്ജ് ആംഗിൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ രണ്ടായിട്ട് നമുക്ക് പറയാം. ഏതാണ്? സൈഡ് കട്ടിംഗ് എഡ്ജും ഉണ്ട്, എൻഡ് കട്ടിംഗ് എഡ്ജും ഉണ്ട്. അപ്പം സൈഡ് റിലീഫിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പൊ സൈഡ് റിലീഫ് കഴിഞ്ഞാൽ വീണ്ടും സൈഡ് വരുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താണ് എൻഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ നമ്മൾ കൊടുത്തു അല്ലെ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ കൊടുത്തു. അപ്പൊ എൻഡ് കട്ടിംഗ് എഡ്ജ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സൈഡ് കൊടുക്കാം അല്ലെ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ നമ്മൾ കൊടുത്തു. അപ്പൊ ഇവിടെ എത്രയായി? ഇവിടെ ഇതിൽ 4, 5, 6. അപ്പൊ ഇത്തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ആംഗിൾസ് എല്ലാം കൂടെ റേക്ക് ആംഗിൾ, റിലീഫ് ആംഗിൾ, കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അപ്പൊ ആ ഒരു ഓർഡർ കൊടുത്തിരുന്നാൽ മതി. എന്താണ്? RRC അല്ലെങ്കിൽ റേക്ക് ആംഗിൾ, റിലീഫ് ആംഗിൾ, കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അപ്പൊ റേക്ക് ആംഗിൾ തന്നെ എന്താണ്? ബാക്ക് റേക്ക്, സൈഡ് റേക്ക്, സൈഡ് റേക്ക് കഴിഞ്ഞാൽ പിന്നെ എൻഡ് റിലീഫ്, സൈഡ് റിലീഫ്, സൈഡ് റിലീഫ് കഴിഞ്ഞാൽ പിന്നെ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഓക്കെ, ലാസ്റ്റ് വരുന്ന ആളാണ് നോസ് റേഡിയസ്. അതാണ് എന്താണ് നമ്മുടെ നോസ് റേഡിയസ്. സോ നോസ് റേഡിയസ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഈ പറയുന്ന 7 എലമെന്റുകളാണ് എന്ത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ടൂൾ സിഗ്നേച്ചറിനകത്ത്. അതും ചോദിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയുണ്ട്, അല്ലെങ്കിൽ എത്ര ആംഗിൾസ് ആണ് നമ്മൾ റെപ്രസെന്റ്, എത്ര എന്താണ് ടൂൾ ആംഗിൾസ് അല്ലെങ്കിൽ ടൂളുമായി ബന്ധപ്പെട്ടുള്ള കമ്പോണന്റ്
നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ 7 എണ്ണം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. 7 എണ്ണം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ അതിന്റെ ഓർഡർ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ടൂൾ സിഗ്നേച്ചർ അല്ലെങ്കിൽ ടൂൾ ഹാവിംഗ് എ സിഗ്നേച്ചർ എന്താണ് 10, 20 അല്ലെങ്കിൽ 7, 6. അപ്പൊ അതിനകത്ത് 6 എന്താണ്, 6 റെപ്രസെന്റ് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമ്മുടെ ഓപ്ഷനകത്ത് 4 ഓപ്ഷനകത്ത് എന്തുണ്ടാവും, ഇത്തരത്തിൽ സൈഡ് റിലീഫും ഉണ്ടാവും, ബാക്ക് റേക്കും, അതുപോലെ തന്നെ എൻഡ് റേക്കും, അതുപോലെ തന്നെ എന്താണ് ബാക്ക് റേക്കും സൈഡ് റിലീഫും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എന്താണ് നോസ് റേഡിയസും ഉണ്ടാവും ഫോർ എക്സാമ്പിൾ. അപ്പൊ അത്തരത്തിൽ നമുക്ക് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ 1, 2, 3, 4 നാലാമത്തെ ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ നാലാമത്തെ ആ ഒരു സീരീസ്, നാലാമത്തെ പൊസിഷനിൽ എന്തായിരിക്കും ഉണ്ടാവുക, അത് സൈഡ് റിലീഫ് ആയിരിക്കും. ഓക്കെ, അതൊരു ഐഡിയ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു എഴുതി നോക്കുക. അതിനകത്ത് എന്താണ് ആ ഒരു ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 7 കമ്പോണന്റുകളാണ് ആ ഒരു ടൂൾ സിഗ്നേച്ചറിനകത്തുള്ളത്. അപ്പൊ ബാക്ക് റേക്ക്, സൈഡ് റേക്ക്, എൻഡ് റിലീഫ്, സൈഡ് റിലീഫ്, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ലാസ്റ്റ് നോസ് റേഡിയസ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇത് ഈ പറഞ്ഞ ആംഗിൾസ് എല്ലാം ഡിഗ്രിയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആംഗിൾസ് എല്ലാം ഡിഗ്രീസിലായിരിക്കും. ഈ പറഞ്ഞ നോസ് റേഡിയസിൽ നമ്മൾ MM അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചസിൽ പറയാറുണ്ട് സാധാരണ. അപ്പൊ MM പൊതുവെ നമ്മൾ കാണാറ്. ഓക്കെ, സോ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോസ് റേഡിയസ് ആണ്, തുടക്കത്തിലുള്ളത് എന്താണ് ബാക്ക് റേക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓരോ ഇപ്പൊ ആ ഒരു ആംഗിളുകൾ ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഈ പറഞ്ഞത് ബാക്ക് റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരത്തിലുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ ബാക്ക് റേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ബാക്ക് റേക്ക് എത്രയാണ് 10 അല്ലെ, 10 ഡിഗ്രിയാണ് നമ്മുടെ ബാക്ക് റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഒരു എന്താണ് റൈറ്റ് സൈഡ് വ്യൂക്കകത്ത് നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന എന്താണ് റിലീഫ് ആംഗിൾ ആണ് അല്ലെ. ഈ പറഞ്ഞ എൻഡ് റിലീഫ് നമുക്ക് കാണാൻ പറ്റും. സോ എൻഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വരുന്നുണ്ടാവും അല്ലെ. അപ്പം എൻഡ് റിലീഫിന്റെ ആ ഒരു വാല്യൂ ഇത്രയാണ് വന്നിട്ടുള്ളത്. സോ അത് വന്നേക്കുന്നത് 7 ആണ് അല്ലെ. സോ 7 ഡിഗ്രി വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ ആ ഒരു ഫ്രണ്ട് വ്യൂ നോക്കുന്ന സമയത്ത് എന്താണ്, സോ ഇത് സൈഡ് റേക്ക് ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടു, സൈഡ് റേക്ക് ആണെന്ന് കണ്ടു. ദെൻ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് സൈഡ് റിലീഫ് ആയിരിക്കും അല്ലെ, സൈഡ് റേക്കും സൈഡ് റിലീഫും ആണ് ഇവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, സോ ആ ഒരു ആംഗിൾ ആണ് എന്ത് സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. സോ 20 ഡിഗ്രിയാണ്. സൈഡ് റേക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്, സോ 20 ആണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഓരോന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. സൈഡ് റിലീഫ് ആംഗിൾ എത്രയാണ്, 6 ഡിഗ്രി ആണ്. ഓൾറെഡി നമ്മൾ കണ്ടു സൈഡ് റിലീഫ് 6 ഡിഗ്രി. ദെൻ നോസ് റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഇവിടെ കണക്ട് ചെയ്യുന്നതാണ് നോസ് റേഡിയസ് എന്ന് പറയുന്നത്. നോസ് റേഡിയസ്. ഓക്കെ, സോ ആ നോസ് റേഡിയസ് നമുക്കറിയാം. ഫൈൻ. സോ ആ ഒരു 2 കട്ടിംഗ് എഡ്ജ് ആംഗിൾക്കിടയിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കർവ് ആണല്ലോ ആ ഒരു നോസ് റേഡിയസ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ നോക്കുമ്പോൾ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും ഉണ്ട് അല്ലെ. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും അതുപോലെ തന്നെ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും ഉണ്ടാവും. സോ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് 15 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 15 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ 8 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. നോസ് റേഡിയസ് എത്രയാണ് 1/32 ഇഞ്ചും അതുപോലെ തന്നെ എന്താണ് 0.8 mm. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഇവിടെ വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും, ആ ഒരു ടൂൾ സിഗ്നേച്ചർ തന്നിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 0.8 എന്താണ്, അത് നോസ് റേഡിയസ് ആണ്. അല്ലെങ്കിൽ 8 എന്താണ്, അത് നമ്മളുടെ കറസ്പോണ്ടിങ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആണ്, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യം വരാം. 2 എന്താണ് ഈ ടൂൾ സിഗ്നേച്ചറിനകത്ത് എത്ര എലമെന്റുകളാണ് ഉള്ളത്, ഇപ്പൊ എത്രണ്ണം വെച്ചാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക, അത് 7 ആണ്, നമ്പർ 7 ആണ്. സോ ഇത് ഓക്കെ ആണോ? ഈ 2 ചോദ്യമാണ് അവിടെ വരിക. ക്ലിയർ ആയോ? ഇത് ഓക്കെ അല്ലേ? അത് സ്റ്റാൻഡേർഡ് അല്ല. അത് ഓരോ മെറ്റീരിയൽ. അതെ, ഓരോ മെറ്റീരിയൽ നമ്മളിപ്പോ കട്ട് ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്താണ് ഓരോ ആംഗിളുകൾ മാറി വരും. സോ അത് ഇവിടെ നമ്മളത് അതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടുന്ന എന്താണ് ഈ ഒരു ഓർഡർ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്താണ് കറസ്പോണ്ടിങ് എന്താണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, ആ ഒരു ടൂൾ സിഗ്നേച്ചറിനകത്ത് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്താൽ മതി. സോ അതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അല്ല ഇതൊരു എക്സാമ്പിൾ പോലെ നമ്മൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. സോ അത് മാറിക്കൊണ്ടിരിക്കും, ഓരോ ആംഗിൾസ് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. സീറോ നമുക്ക് ബാക്ക് റേക്ക് തന്നെ നമ്മളിപ്പോ ഇതറിഞ്ഞതിൽ എന്താ റേക്ക് ആംഗിൾ തന്നെ എന്താണ് 0 റേക്ക് ആംഗിൾ, ബാക്ക് റേക്ക്, സൈഡ്. അപ്പൊ അത്തരത്തിലുള്ള ഓരോ വാല്യൂസ് വരുന്നുണ്ടാവുമല്ലോ. അപ്പൊ അത് മാറിക്കൊണ്ടിരിക്കും, അത് നോക്കിയിരുന്നാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് മെഷീനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ഒരു എന്താണ് ഇപ്പം സാധാരണ കാണാറുണ്ടല്ലേ ഹാർഡനബിലിറ്റി അല്ലെങ്കിൽ മെഷീനബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡുകൾ കാണാറുണ്ട്. അപ്പോൾ മെഷീനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മെഷീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സാധിക്കും അതിനെയാണ് എബിലിറ്റി ടു മെഷീൻ അല്ലെ. നമുക്ക് മെഷീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ എത്രത്തോളം ഏബിൾ ആണ് ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ, അതിനെയാണ് നമ്മൾ മെഷീനബിലിറ്റി എന്ന് പറയുന്നത്. സോ ദ ടേം ഈസ് യൂസ്ഡ് ടു റെഫർ എന്താണ് ഈസ് വിത്ത് അല്ലെ, എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് ഒരു ഗിവൺ വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷീൻ ചെയ്യാൻ സാധിക്കും അല്ലെ. ആ ഒരു ഗിവൺ സെറ്റ് ഓഫ് കട്ടിംഗ് കണ്ടീഷൻ, ഒരു കട്ടിംഗ് കണ്ടീഷൻ, അതായത് കട്ടിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫീഡ്, സ്പീഡ്, ഡെപ്ത് ഓഫ് കട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു മെറ്റീരിയലിനെ നമുക്ക് എക്സ് എന്ന് പറയുന്ന മെറ്റീരിയലിനെ നമുക്ക് എത്രത്തോളം നമുക്ക് മെഷീനിങ് ചെയ്തെടുക്കാൻ പറ്റും. സോ അത് ഓരോ മെറ്റീരിയലിനും എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇത്ര സ്പീഡ് അല്ലെങ്കിൽ ഇത്ര ഡെപ്ത് ഓഫ് കട്ട് അല്ലെങ്കിൽ ഇത്ര എന്താണ്
നമ്മൾ കട്ടിങ് കണ്ടീഷൻ സെറ്റ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂസിന് ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പല പല മെറ്റീരിയൽ എടുത്തു. ഇപ്പോൾ കോപ്പർ എടുത്തു, അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ എടുത്തു, അല്ലെങ്കിൽ സ്റ്റീൽ എടുത്തു. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറെന്റ് മെറ്റീരിയൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എബിലിറ്റി ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എത്രത്തോളം നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ മെഷീൻ ചെയ്ത് പോകുന്നു. സോ അതിനെയാണ് നമ്മൾ മെഷീൻ, അത്തരത്തിലാണ് നമ്മൾ മെഷീനബിലിറ്റി ആ ഒരു റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മെഷീനബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. സോ മെഷീനബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് വർക്ക് മെറ്റീരിയൽ, ആ ഒരു വർക്ക് മെറ്റീരിയൽ, അതുപോലെ തന്നെ കട്ടിങ് കണ്ടീഷൻ. സോ അത് നോക്കിയിരുന്നാൽ മതി. എന്താണ് മെഷീനബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, എന്താണ് മെയിൻ ആയിട്ട് കറസ്പോണ്ടിങ് ആൻഡ് നേച്ചർ ഓഫ് വർക്ക്, ഏത് മെറ്റീരിയൽ ആണെന്നുള്ളതും, അതുപോലെ കട്ടിങ് കണ്ടീഷൻ. കട്ടിങ് കണ്ടീഷൻ ഓൾറെഡി നമ്മൾ കണ്ടു, സ്പീഡ്, ഡെപ്ത് ഓഫ് കട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കട്ടിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. So machinability of different material can be compared in terms of value of tool life. നമ്മളിപ്പോൾ ഈ ടൂൾ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷീനബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം നമ്മൾ പറയുന്നത്. സോ മെഷീനബിലിറ്റി ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽ ക്യാൻ ബി കമ്പയർഡ് ഇൻ ടേംസ് ഓഫ് വാല്യൂസ് ഓഫ് ടൂൾ ലൈഫ്, അതുപോലെ തന്നെ കട്ടിംഗ് ഫോഴ്സസ് ഉണ്ടാവും, ദെൻ സർഫസ് ഫിനിഷ് അണ്ടർ സിമിലർ മെഷീൻ കണ്ടീഷൻ. അപ്പം എന്താണ് സിമിലർ മെഷീനിങ് കണ്ടീഷന്റെ നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുന്നുണ്ടാവും ഓരോ ടൂളിനും ഓരോ ടൂൾ ലൈഫ്, അല്ലെ. അപ്പൊ ടൂൾ ലൈഫ്, അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ മെഷീനബിലിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ടാവും അത് മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അത്തരത്തില് അപ്പോൾ ടൂൾ ലൈഫ് കുറയുന്നുണ്ടാവും, കട്ടിങ് ഫോഴ്സസ് നമുക്ക് കൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ടാവും, അപ്പൊ സർഫസ് ഫിനിഷ് ചിലപ്പോൾ ഒരുപക്ഷെ കുറയുന്നുണ്ടാവും, അല്ലെ. അത് ഓരോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്താണ് ഈ മെഷീനബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ആ ഒരു ടൂൾ ലൈഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ടൂൾ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ടൂൾ ലൈഫ് എന്ന് പറയുന്ന ഒരു വേർഡ്, അല്ലെ. അപ്പൊ ടൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ഇന്ന് രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു പുതിയ ടൂൾ ആണ് എന്നിരിക്കട്ടെ, അതെ, നമ്മുടെ കയ്യിൽ പുതിയൊരു ടൂൾ നമുക്ക് തന്നു, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഈവനിങ് ആയപ്പോഴത്തേനും നമ്മുടെ കയ്യിരിക്കുന്ന ടൂൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഷാർപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഷാർപ്പ് എഡ്ജസ് ഒക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബ്ലണ്ട് ടൂൾ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്ന ബ്ലണ്ട് ആയിരിക്കട്ടെ. അപ്പൊ എന്താണ് അത് പ്രോപ്പർ ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള ആ ഒരു കട്ടിംഗ് എഡ്ജ് അങ്ങ് മാറിയിട്ട് എന്ത് ചെയ്തു, അതെന്താണ് ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു കട്ടിംഗ് എഡ്ജിലേക്ക് മാറി, അല്ലെ, ബ്ലണ്ട് ടൂളായി മാറി എന്നിരിക്കട്ടെ. അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അത് വീണ്ടും നമുക്ക് റീഷാർപ്പൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് പൊതുവെ നമുക്ക് എന്ത് പറയാം, ടൂൾ ലൈഫ് എന്ന് പറയാം. അതായത് നമ്മൾ ഈ പറഞ്ഞ പുതിയ ടൂൾ എടുക്കുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അത് ഷാർപ്പൻ ചെയ്തിട്ടുള്ള ടൂൾ ആയിരിക്കും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടൈം മുതൽ നമ്മൾ എപ്പോഴാണോ അടുത്ത എന്താണ് ഷാർപ്പനിങ് തുടങ്ങുന്നത്, ഇൻ ബിറ്റ്വീൻ ഉള്ള ടൈമിനെ വിളിക്കുന്നവരാണ് ടൂൾ ലൈഫ് എന്ന് പറയുന്നത് പൊതുവെ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം ഒന്ന് റീഷാർപ്പൻ ചെയ്തു, സോ വീണ്ടും നമ്മൾ വർക്ക് ചെയ്ത് വീണ്ടും അടുത്ത റീഷാർപ്പനിങ് ചെയ്തു, അല്ലെ. നമ്മൾ ഗ്രൈൻഡിങ്ങിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഷാർപ്പൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ആ രണ്ട് ഷാർപ്പനിങ് ഇടയിലുള്ള ലൈഫിനെ നമുക്ക് എന്ത് പറയാം, കറസ്പോണ്ടിങ് ആയിട്ട് ടൂൾ ലൈഫ് എന്ന് നമുക്ക് പറയാം. സോ that is, the tool life may be defined as the period of time that the cutting tool performs satisfactorily, അല്ലെ. ഈ പറഞ്ഞ ഇതിൽ ഒരു പർട്ടിക്കുലർ ടൈം വരെ നമുക്ക് നന്നായിട്ട് ആ ഒരു കട്ടിംഗ് എഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ടാവും, നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലും സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൂൾ ലൈഫ് എന്ന് പറയുന്നത്. സോ പീരീഡ് ഓഫ് ടൈം ദാറ്റ് ദ കട്ടിംഗ് ടൂൾ പെർഫോം സാറ്റിസ്ഫാക്ടറി. അപ്പൊ ഈ പറയുന്ന രീതിയിൽ പൊതുവെ ഇങ്ങനെയും പറയാറുണ്ട്, ഈ പറയുന്ന രണ്ട് എന്താണ് ഷാർപ്പനിങ്ങും റീഷാർപ്പനിങ്ങും ഇടയ്ക്കുള്ള ഈ പറഞ്ഞത്, ഒരു തവണ നമ്മൾ ഷാർപ്പൻ ചെയ്തു, എന്താണ് അത് കഴിഞ്ഞൊരു 5 മണിക്കൂർ ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക് ചെയ്തു, വീണ്ടും നമ്മൾ ഷാർപ്പൻ ചെയ്തു. സോ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആ ഒരു 5 മണിക്കൂർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറയാം, ടൂൾ ലൈഫ് എന്ന് പറയാം. ഓക്കെ, സോ എന്താണ് ഷാർപ്പനിങ് ഇടയിലുള്ള രണ്ട് ഷാർപ്പനിങ്ങിന് ഇടയിലുള്ള ആ ഒരു ടൈമിനെ നമുക്ക് എന്ത് പറയാം, ടൂൾ ലൈഫ് എന്ന് പറയാം. ഓക്കെ, ഫൈൻ. സോ ആ ഒരു ടൂൾ ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, പല കാര്യങ്ങളുണ്ട്, അല്ലെ. ഒന്ന്, മൈക്രോ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽ ബീങ് കട്ട്, നമ്മൾ ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റീൽ കട്ട് ചെയ്യാണ്, സ്റ്റീൽ തന്നെ പറഞ്ഞ ഇതിൽ എന്താണ് മൈൽഡ് സ്റ്റീൽ, അല്ലെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ, അല്ലെങ്കിൽ മീഡിയം കാർബൺ സ്റ്റീൽ. ഓക്കെ, അപ്പൊ അതിനകത്ത് തന്നെ മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് അറിയാം എന്താണ്, ഫോർ എക്സാമ്പിൾ ഫെറൈറ്റ്, അല്ലെ. ഫെറൈറ്റ് ഒരു മൈക്രോ സ്ട്രക്ചർ ആണ്, അല്ലെ. ഫെറൈറ്റ്, അല്ലെങ്കിൽ സിമന്റൈറ്റ്, അല്ലെ, സിമന്റൈറ്റ്. അപ്പൊ അത്തരത്തിൽ ഓരോ, അല്ലെങ്കിൽ മാർട്ടൻസൈറ്റ്, നമ്മൾ ഹാർഡൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് മാർട്ടൻസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ മാർട്ടൻസൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഹാർഡും ബ്രിട്ടിലും ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ മാർട്ടൻസൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഹാർഡനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊഞ്ചിങ് ഒക്കെ ചെയ്ത് കിട്ടുന്നതാണ് മാർട്ടൻസൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ. പൊതുവെ നമുക്ക് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ, അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഒക്കെ സാധാരണ എന്ത് ചെയ്യുന്നുണ്ടാവും, മാർട്ടൻസൈറ്റ് സ്ട്രക്ചറിലേക്കായിരിക്കും ഇരിക്കുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ഹാർഡ്നെസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതിനകത്ത് ഏറ്റവും എന്താണ്, ഇപ്പം സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫെറൈറ്റ്. ഇപ്പം സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫെറൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അയൺ കാർബൺ ഡയഗ്രത്തിനകത്ത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത് സിമന്റൈറ്റ് ആണ്.
ഇപ്പോൾ അയൺ കാർബൺ ഡയഗ്രത്തിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമെന്റേറ്റ് ആണ് ഏറ്റവും ഹാർഡസ്റ്റ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, PQ ആണ്. ഈ പറയുന്ന ഹാർഡനസ്സുമായി ബന്ധപ്പെട്ട് എന്താണ് മൈക്രോ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് ഈസ് ഫെറൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റസ്റ്റ് എമംഗ് ദ എന്താണ് മൈക്രോ സ്ട്രക്ചർ ആണ്. ഇൻ ദ കേസ് ഓഫ് നമ്മുടെ അയൺ കാർബൺ ഡയഗ്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫെറൈറ്റ് ആണ് ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്, മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലുള്ള മൈക്രോ സ്ട്രക്ചറിനകത്ത് എന്താണ് സിമെന്റേറ്റ് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത്. എന്നാൽ ആ എൻറ്റയർ ഫാമിലി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു മൈക്രോ സ്ട്രക്ചറിന്റെ ഒരു എൻറ്റയർ ഫാമിലി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മാർട്ടൻസൈറ്റ് ആണ് ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ അത്തരത്തിൽ ഓരോ മൈക്രോ സ്ട്രക്ചറിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ നമ്മുടെ ടൂളിന്റെ ലൈഫ് മാറുന്നുണ്ടാവും അല്ലെ. എത്രത്തോളം എഫേർട്ട് നമുക്ക് എടുക്കേണ്ട, കട്ടിങ് ഫോഴ്സുകൾ കൂടുന്നുണ്ടാവും, നേരത്തെ പറഞ്ഞിട്ടുള്ള കട്ടിങ് ഫോഴ്സുകൾ കൂടുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ട് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് അല്ലെ, MRR നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. MRR മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് എത്രത്തോളം വോളിയം ഓഫ് മെറ്റീരിയൽ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടൂൾ ലൈഫ് അല്ലെ. നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് മെറ്റൽ റിമൂവൽ റേറ്റ് കൂടുന്നുണ്ടാവും. അപ്പൊ ഡെപ്ത് ഓഫ് കട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു ടൂളിന്റെ ലൈഫ് കുറയുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ടാവും. മൂന്നാമത് നോക്കേണ്ടതാണ് ദ റിജിഡിറ്റി ഓഫ് ദ സെറ്റപ്പ് ആൻഡ് കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ്ഡ്. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആ ഒരു മെഷീന്റെ റിജിഡിറ്റി എങ്ങനെയാണ്. ഇപ്പം പ്രോപ്പറായിട്ട് നമ്മളിപ്പം ടൂൾ പോസ്റ്റിനകത്ത് നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ പ്രോപ്പറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തില്ല എന്നിരിക്കട്ടെ. അപ്പൊ നമുക്കറിയാം വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ വൈബ്രേഷൻസ് വന്നിട്ട് എന്താണ് നമ്മുടെ ആ ഒരു ടൂള് എന്താണ് റിജിഡ് ആയിരിക്കത്തില്ല. എന്താണ് അപ്പൊ എന്താണ് കട്ടിംഗ് എഡ്ജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് പൊട്ടത്തിൽ എന്താണ് ടൂൾ ബ്രേക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദാറ്റ് മീൻസ് എന്താണ് അവിടെ ഫെയിലിയർ സംഭവിക്കും. അപ്പൊ അത്തരത്തിൽ റിജിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിപ്പോ നമ്മുടെ ആ ഒരു ടൂൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൂൾ ടൈറ്റ് ചെയ്യുന്ന രീതിയിലും ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആ ഒരു ഇന്റർ മെഷീൻ സിസ്റ്റം അല്ലെങ്കിൽ മെഷീന്റെ സെറ്റപ്പ് തന്നെ റിജിഡ് അല്ല, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഫോൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവിടെ വൈബ്രേഷൻസും ചാറ്റർ മാർക്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ വരുന്നുണ്ടാവും. ഓക്കെ, സോ അത്തരത്തിൽ നമുക്കുള്ള സർഫസ് ഫിനിഷും നമുക്ക് എന്താണ് മോശമായിട്ട് കിട്ടും. നമുക്ക് മെറ്റീരിയലിന്റെ സർഫസ്, അതായത് നമ്മൾ ചെയ്യുന്ന മെഷീനിങ്ങിന്റെ ആ ഒരു സർഫസ് ഫിനിഷും മറ്റു വർക്ക് പീസിന്റെ സർഫസ് ഫിനിഷും മോശമായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. കറസ്പോണ്ടിങ് ആ ഒരു ടൂളിന്റെ ലൈഫും എന്ത് ചെയ്യുന്നുണ്ടാവും, വേരി ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിൽ കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് റിജിഡിറ്റി ഓഫ് ദ മെറ്റീരിയൽ, റിജിഡിറ്റി ഓഫ് ദ നമ്മുടെ ഒരു മെഷീന്റെ സെറ്റപ്പ്, മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, മൈക്രോ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽ ബീങ് കട്ട്, ഏതാണോ കട്ട് ചെയ്യേണ്ടത് അതിന്റെ മൈക്രോ സ്ട്രക്ചർ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്ത് ഈ ടൂൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവുക. സോ ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫീഡ്, ഈ പറഞ്ഞത് ഇഫക്ട് ആ ഫീഡ്, സ്പീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇഫക്ട് ഓഫ് ചേഞ്ച് ഇൻ സ്പീഡ് ഓൺ എ ടൂൾ ലൈഫ് ഈസ് റിലേറ്റീവ്ലി സ്മോളർ ദാൻ ദാറ്റ് ഓഫ് എന്താണ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ കട്ടിംഗ് സ്പീഡ് അല്ലെ. കട്ടിംഗ് സ്പീഡിനെ സംബന്ധിച്ച് ഫീഡിനകത്ത് ഉണ്ടാകുന്ന വേരിയേഷൻസിന് എന്താണ് ടൂൾ ലൈഫിൽ ഇഫക്റ്റ് വളരെ കുറവാണ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ കട്ടിംഗ് സ്പീഡിനാണ് അതിന്റെ കുറച്ചുകൂടെ എന്ത് മുൻതൂക്കം വരുന്നുണ്ടാവുക. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് കട്ട് അല്ലെ. നമുക്കറിയാം ഡെപ്ത് ഓഫ് കട്ട് കൂട്ടുമ്പോൾ അല്ലെ, ഉള്ളിലേക്ക് നമ്മൾ എന്താണ് ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്ന സമയത്ത് അത്രയും എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. സോ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഷോർട്ടൻ ദ ടൂൾ ലൈഫ് അല്ലെ. ആ ഒരു ടൂൾ ലൈഫിനെ എന്ത് ചെയ്യുന്നു, ഷോർട്ടൻ ചെയ്യുന്നുണ്ടാവും ഒരു സം എക്സ്റ്റെൻഡ് വരെ. ഓക്കെ, അതൻ ആ ഷോർട്ടൻ ചെയ്യുന്നതിന് ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ടൂൾ വെയർ സംഭവിക്കുന്നുണ്ടാവും അല്ലെ. ആ ടൂളിന്റെ ആ ഒരു ഷാർപ്പ് എഡ്ജസ് എന്ത് ചെയ്യുന്നുണ്ടാവും, വെയർ ചെയ്തിട്ട് ഒരു ബ്ലെൻഡ് ടൂൾ ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ടൂളിന്റെ ആ ഒരു കട്ടിംഗ് എഡ്ജ് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഗ്രൈൻഡിങ് അല്ലെങ്കിൽ പ്രോസസ്സിലേക്ക് നമ്മൾ പോകണ്ടാവും. സോ അത്തരത്തിൽ രണ്ട് ഇൻ ബിറ്റ്വീൻ എന്താണ് രണ്ട് ഷാർപ്പനിങ് അല്ലെങ്കിൽ റീഷാർപ്പനിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റീഷാർപ്പനിങ്ങും തമ്മിലുള്ള രണ്ട് റീഷാർപ്പനിങ് ടൈമുകൾ അല്ലെങ്കിൽ എന്താണ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു രണ്ട് ഷാർപ്പനിങ് ഇടയിലുള്ള ടൈമിനെ നമുക്ക് എന്ത് പറയാം, ടൂൾ ലൈഫ് എന്ന് പറയാം. സാറ്റിസ്ഫാക്ടറി വർക്ക് ചെയ്യുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ ടൂൾ ലൈഫ് എന്ന് പറയുന്നത്. അതൊരു ഐഡിയ നമുക്ക് വേണം. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ ടൂൾ ലൈഫ്, അത് ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ടൂൾ ലൈഫ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് വേണം. അതിനകത്ത് പറയുന്ന ഇക്വേഷൻ ആണ് ടെയ്ലേഴ്സ് ഇക്വേഷൻ എന്നാണ് പറയുക അല്ലെ. ടൂൾ ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻ ആണ് ടെയ്ലേഴ്സ് ഇക്വേഷൻ. ഈ ടെയ്ലേഴ്സ് ഇക്വേഷൻ എന്താണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കട്ടിംഗ് സ്പീഡ് ആൻഡ് ടൂൾ ലൈഫ് അല്ലെ. കട്ടിംഗ് സ്പീഡും ടൂൾ ലൈഫും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്, ഒരു ടെയ്ലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ആ ടെയ്ലേഴ്സ് ഇക്വേഷൻ എന്തിനെ ബേസ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലാങ്ക് വിയർ, ഈ പറഞ്ഞത് നമുക്കറിയാം ടൂളിന്റെ ആ ഒരു കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ചിപ്പാണെന്നുണ്ടെങ്കിൽ, സോ ദിസ് വിൽ ബി ഇതാണ് നമ്മുടെ ഒരു ടൂൾ എന്നുണ്ടെങ്കിൽ അല്ലെ. ഓക്കെ, ടൂൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എന്താണ്, ഇവിടെ ഫേസും ഇത് ഫ്ലാങ്കും ആയിരിക്കും ഉണ്ടാവുക. സോ അത്തരത്തിൽ ഈ ഫ്ലാങ്ക് വെയറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഒരു ടൂൾ ലൈഫ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക.
സോ ആ ഒരു റിലേഷനെ നമ്മൾ എന്ത് പറയാ, ടെയ്ലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ടൂൾ ലൈഫുമായി ബന്ധപ്പെട്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. Vt⁻n is a constant എന്ന് പറയുന്ന സിമ്പിൾ ഇക്വേഷൻ ആണ് നമ്മൾ ടെയ്ലേഴ്സ് ഇക്വേഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ടൂൾ ലൈഫ് എന്ന് പറയുന്നത്. V is the cutting speed അല്ലെ. V എന്ന് പറയുന്നത് എന്താ, Vt⁻n is a constant അല്ലെങ്കിൽ C എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ V എന്ന് പറയുന്നത് എന്താണ്, കട്ടിംഗ് സ്പീഡ് ആണ് അല്ലെ. ഓൾറെഡി നമ്മൾ കണ്ടു കട്ടിംഗ് സ്പീഡ് മീറ്റേഴ്സ് പെർ മിനിറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ദെൻ T എന്ന് പറഞ്ഞാൽ എന്താണ്, T എന്ന് പറഞ്ഞാൽ ടൂൾ ലൈഫ് ആണ് ഇൻ മിനിറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എത്രത്തോളം ടൈമിൽ നമുക്ക് ആ ഒരു ടൂള് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതാണ് ടൂൾ ലൈഫ് എന്ന് പറയുന്നത്. അത് ഇൻ മിനിറ്റ്സിൽ നമ്മൾ പറയുന്നുണ്ടാവും. ദെൻ റേസ് ടു n എന്ന് പറയുന്നത് ടൈലേഴ്സ് എക്സ്പോണന്റ് ആണ് അല്ലെ. ഒരു വാല്യൂ ഉണ്ടാവും, എക്സ്പോണന്റ് ആണ്. സാധാരണ നമ്മൾ 0.5 ആണ് മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോറി. അപ്പൊ അത്തരത്തില് ടൈലേഴ്സ് എക്സ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്, ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ ദ ടൂൾ മെറ്റീരിയൽ. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ടൂൾ മെറ്റീരിയൽ നോക്കാൻ നമുക്ക് ഇവിടെ ഹൈ സ്പീഡ് HSS തന്നിട്ടുണ്ട് അല്ലെ. ഹൈ സ്പീഡ് സ്റ്റീൽ തന്നിട്ടുണ്ട്. ദെൻ സിമെന്റഡ് കാർബൈഡ് ടൂൾ തന്നിട്ടുണ്ട്. ദെൻ കോട്ടഡ് കാർബൈഡ് തന്നിട്ടുണ്ട്. ദെൻ സെറാമിക് തന്നിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ട് നമ്മൾ സാധാരണ കാണാറുള്ള ടൂൾ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് കട്ടിംഗ് സ്പീഡ് തന്നിട്ടുണ്ട്, കട്ടിംഗ് സ്പീഡ്. അപ്പൊ ദാറ്റ് മീൻസ് എന്താണ്, ഇവിടെ ആ ഒരു ടൂൾ മെറ്റീരിയലിനെ അല്ലെങ്കിൽ എന്താണ് കറസ്പോണ്ടിങ് ഒരു കട്ടിംഗ് സ്പീഡും ടൂൾ ലൈഫും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞത് എന്താണ്, ആ ഒരു ടൈലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ദാറ്റ് ഈസ് Vt⁻n is a constant എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എന്താണ് ടൂൾ ലൈഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ V എന്ന് പറയുന്നത് കട്ടിംഗ് സ്പീഡ് ആണ്, മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. ദെൻ T എന്ന് പറയുന്നത് ടൂൾ ലൈഫ് ആണ്, ഇൻ മിനിറ്റ് ആണ്. ദെൻ റേസ് ടു n അല്ലെ. n എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പോണന്റ് ആണ് അല്ലെ. ടൈലേഴ്സ് എക്സ്പോണന്റ് ആണ് പറയാ. അത് ലാർജ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൂൾ മെറ്റീരിയൽ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HSS ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് n-ന്റെ വാല്യൂ 0.8 അതായത് 0.082 0.2 ആണ്. സോ ഇത് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ടോ, ഏതോ ഒരു എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് n-ന്റെ വാല്യൂ ഫോർ പർട്ടിക്കുലർ ടൂൾ മെറ്റീരിയൽ എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് എത്രയാണ് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള 0.7 ആണ് അല്ലെ. സെറാമിക് എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെ, സെറാമിക് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണല്ലോ. അത്തരത്തിൽ സെറാമിക് ആകുമ്പം കറസ്പോണ്ടിങ് എന്താണ്, ആ ഒരു 0.5 to 0.7 ആണ് അല്ലെ. n-ന്റെ വാല്യൂ 0.5 to 0.7 ആണ്. ദെൻ നോർമലി നമുക്ക് ഈ പറയുന്ന രീതിയിൽ സിമെന്റഡ് കാർബൈഡ് അല്ലെങ്കിൽ കാർബൈഡ് ടൂളുകൾക്കൊക്കെ സാധാരണ നമുക്ക് എന്താണ് ഒരു 0.2 to 0.5 അല്ലെ. 0.2 to 0.5 ആണ് n-ന്റെ വാല്യൂ അല്ലെങ്കിൽ എക്സ്പോണന്റിന്റെ വാല്യൂ വരുന്നുണ്ടാവുക, ടൈലേഴ്സ് എക്സ്പോണന്റിന്റെ വാല്യൂ. അപ്പൊ ഇത്രയെങ്കിലും നമ്മൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.08 to 0.2 എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീലിനാണ്. ദെൻ 0.2 to 0.5 എന്ന് പറയുന്നത് സിമെന്റഡ് കാർബൈഡ് ടൂൾ എന്ന് ഓർത്തിരുന്നാൽ മതി. സിമെന്റഡ് കാർബൈഡ് അല്ലെങ്കിൽ കോട്ടഡ് കാർബൈഡ് ടൂളുകൾക്കാണ്. ദെൻ സെറാമിക്കുകൾക്ക് ഒരു 0.5 to 0.7 എന്നുള്ളത് ഓർത്തിരിക്കാം. സോ Vt⁻n is a constant എന്ന് പറയുന്നതാണ് ആ ഒരു ബേസിക് ഇക്വേഷൻ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ടൂൾ ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ? ടൂൾ ലൈഫ് എന്താണ്, ടൂൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദെൻ ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കട്ടിംഗ് സ്പീഡ് ആൻഡ് ടൂൾ ലൈഫ് തന്നിരുന്ന ഇക്വേഷൻ ദാറ്റ് ഈസ് ടൈലേഴ്സ് ഇക്വേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ കറസ്പോണ്ടിങ് ആ ഒരു n-ന്റെ വാല്യൂ ദാറ്റ് ഈസ് ആ ഒരു കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ടൈലേഴ്സ് എക്സ്പോണന്റ് ഉണ്ടല്ലോ. സോ അതിന്റെ വാല്യൂ ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂ ഉള്ളത്. അത് ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. സോ ആ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ്, അപ്പം നമ്മുടെ ആ ഒരു ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ദെൻ കറസ്പോണ്ടിങ് നമ്മുടെ ആ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള്, ദെൻ സ്പീഡ് ഡെപ്ത് ഓഫ് കട്ട്, ദെൻ അതുമായി ബന്ധപ്പെട്ട് ടൂൾ ലൈഫ്, മെഷീനബിലിറ്റി, ആ ഒരു ഏരിയ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഷേപ്പർ എന്ന് പറയുന്ന ഒരു മെഷീൻ ടൂളാണ് അല്ലെ. ഷേപ്പർ എന്ന് പറയുന്ന ഒരു മെഷീൻ, നമ്മളിത് ഷേപ്പിംഗ് അല്ലെങ്കിൽ ഷേപ്പർ നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു അനിമേഷൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളുടെ ആ ഒരു വർക്ക് പീസ് എന്ന് പറയുന്നത് ഇവിടെ ബ്ലാക്ക് കളർ ഉണ്ട് അല്ലെ. വർക്ക് പീസ് നമ്മളിപ്പോ എന്താണ് ഒരു മെഷീൻ വൈസിലോ ഒക്കെ നമ്മൾ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഉണ്ടാവും മെഷീൻ വൈസ്, അല്ലെങ്കിൽ നമുക്ക് സ്ട്രാപ്പ് ക്ലാമ്പ് ഒക്കെ വെച്ച് നമുക്ക് അങ്ങനെ പല തരത്തിൽ നമുക്ക് അത് ക്ലാമ്പ് ചെയ്യാൻ പറ്റും. ക്ലാമ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന, ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് അല്ലെ. ഇവിടെ നമ്മൾ എന്താണ് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെയ്ത്തിൽ നമ്മൾ ചെയ്തപ്പം ഈ പറഞ്ഞ രീതിയിൽ വർക്ക് എങ്ങനെയായിരുന്നു, വർക്ക് റൊട്ടേറ്റിംഗ് ആയിരുന്നു. നമ്മൾ എന്താണ് ടൂൾ സ്റ്റേഷനറി ആയിരുന്നു. ടൂളിന് എന്താണ് ഈ പറഞ്ഞ രീതിയിൽ റൊട്ടേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നുണ്ടാവില്ല. എന്നാൽ ഇത്തരത്തിൽ നോക്കുമ്പോൾ എന്താണ് ആ ഒരു നമ്മളുടെ ആ ഒരു ഷേപ്പറിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ വർക്ക് എന്താണ് ഫിക്സ്ഡ് ആണ്, ഇവിടെ ടൂൾ ആയിരിക്കും എന്തുണ്ടാവുക, മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ.
സോ ഇവിടെ ഈ പറയുന്ന ആ ഒരു അനിമേഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ഷേപ്പർ മെഷീൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എന്താണ് മൂവിംഗ് ആയിട്ടുള്ള ഒരു മെമ്പറിനെ വിളിക്കുന്ന പേരാണ് റാം അല്ലെ. ആ ഒരു റാം എന്നാണ് വിളിക്കുക അതിനെ. മൂവിംഗ് ആയിട്ടുള്ള ഒരു മെമ്പറിനെ വിളിക്കുന്ന പേര് റാം എന്നാണ്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓക്കെ ഫൈൻ. സോ ഷേപ്പർ എന്ന് പറയുന്ന മെഷീന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷേപ്പിംഗ് മെഷീൻസ് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ഓഫ് മെഷീൻ ടൂൾ. ഒരു റെസിപ്രോക്കേറ്റിംഗ് ആണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ ആ ഒരു റാം മൂവ് ചെയ്യുന്നുണ്ടാവും. റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ഓഫ് മെഷീൻ ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു? ദാറ്റ് ഇസ് ഫ്ലാറ്റ് സർഫസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് പ്രൊഫൈൽസ് യൂസിങ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. അപ്പൊ അത് കോൺവെക്സ് ടൈപ്പ് അല്ലെങ്കിൽ കോൺകേവ് ടൈപ്പ് കർവുകൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളയും വെർട്ടിക്കൽ ആയിട്ടുള്ളയും ഫ്ലാറ്റ് സർഫസുകൾ, ഇൻക്ലൈൻഡ് പ്രൊഫൈൽസ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം വി ബ്ലോക്കുകൾ അല്ലെ, വി ബ്ലോക്കുകൾ, ഇത്തരത്തിലുള്ള വി ബ്ലോക്കുകൾ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വി ബ്ലോക്കുകളൊക്കെ നമ്മൾ സാധാരണ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ നമ്മുടെ കോളേജിലായാലും നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ സാധാരണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇത്തരത്തിലുള്ള വി ബ്ലോക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ വി ബ്ലോക്സ് എന്തിനാണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. വി ബ്ലോക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? എന്തിനായിരിക്കും നമ്മൾ വി ബ്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക? വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ക്ലാമ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ് ഇത്തരത്തിലുള്ള ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് അല്ലെ, സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് നമുക്ക് ഹോൾഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡ്രിൽ ചെയ്യണം, സിലിണ്ടറിന്റെ ഒരു പുറത്ത് ഡ്രിൽ ചെയ്യണം എന്നിരിക്കട്ടെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള മാച്ച്ഡ് പെയേഴ്സ് ആയിട്ടുള്ള എന്താണ് വി ബ്ലോക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇടയിൽ ഡ്രിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രേഡ് മെയിൻ ആയിട്ട് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുള്ള ഇതിന്റെ മെറ്റീരിയൽ ഏതാണ്? അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് 2 ഗ്രേഡ് ഉണ്ട്, ഗ്രേഡ് എ ഉണ്ട്, ഗ്രേഡ് ബി ഉണ്ട്. ഇതിന്റെ ചോദ്യം വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മുടെ വി ബ്ലോക്കുമായി ബന്ധപ്പെട്ട്. കാര്യം വി ബ്ലോക്ക് നമ്മൾ സാധാരണ എന്തിനാണ് ഈ പറഞ്ഞ ഷേപ്പറിലൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പം എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും 2 ഗ്രേഡുകളുണ്ട്. ഓക്കെ, അറിയോ? അപ്പൊ എ എന്ന് പറയുന്ന ഗ്രേഡിന്റെ മെറ്റീരിയൽ ഏതാണെന്ന് അറിയോ, ഓർക്കുന്നുണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന ഗ്രേഡും ഇപ്പൊ ബി എന്ന് പറയുന്ന ഗ്രേഡിന്റെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. എ ഗ്രേഡ് ആകുമ്പോൾ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? അത് സ്റ്റീലാണ്. എ ഗ്രേഡ് ആകുമ്പോൾ അത് സ്റ്റീലായിരിക്കും. ബി എന്ന് പറയുന്നത് കാസ്റ്റേൺ ആണ് കേട്ടോ. ബി എന്ന് പറയുന്നത് കാസ്റ്റേൺ ആണ്. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് നമ്മൾ മെഷീൻ ജനറൽ പർപ്പസ് അല്ലെങ്കിൽ ജനറൽ മെഷീൻ ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്ന ഗ്രേഡ് ഏതാണ്? അത് ബി ഗ്രേഡ് ആണ് കേട്ടോ. നമ്മളുടെ ആ ഒരു ജനറൽ മെഷീൻ ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്നത് ബി ഗ്രേഡ് ആണ്. ആക്യുറസി കൂടുതൽ എ ഗ്രേഡിനായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് 2 ചോദ്യം. പിന്നെ മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. ലെങ്ത്, അതായത് ബി ഗ്രേഡ് ആകുമ്പോൾ അതിന്റെ ലെങ്ത് 300 mm ആണ് കേട്ടോ. ബി ഗ്രേഡ് ആകുമ്പോൾ ഇതിന്റെ 300 mm, എ ഗ്രേഡ് ആകുമ്പോൾ 100 mm ആണ്. സോ ഈ ഒരു ചോദ്യം ബി ഗ്രേഡിന്റെ ലെങ്ത്, ബി ഗ്രേഡുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം കൂടുതൽ വന്നിട്ടുള്ളത്. ബി ഗ്രേഡിന്റെ മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? അതുപോലെ തന്നെ ജനറലി ചോദിക്കുന്നത് എങ്ങനെയാണ്, വി ബ്ലോക്സ് ആർ മേഡ് അപ്പ് ഓഫ് ഡാഷ്. അപ്പൊ അതിനകത്ത് കാസ്റ്റേൺ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, കാസ്റ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ബി ഗ്രേഡ് എന്ന് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റേൺ, എ ഗ്രേഡ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ദെൻ അതിന്റെ ലെങ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ലെങ്ത് 100 mm ആണ് അതിന്റെ എ ഗ്രേഡിന്റെ ലെങ്ത് എന്നുണ്ടെങ്കിൽ ബി ഗ്രേഡിന്റെ ലെങ്ത് 300 mm ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്കുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി ബ്ലോക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് വി എത്രയാണ്? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് വി ബ്ലോക്ക് വി എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് വി ബ്ലോക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഇത്രയും ചോദ്യങ്ങളാണ് വി ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ മെഷീനിലേക്ക് വരാം. സോ അത്തരത്തിലുള്ള ഫ്ലാറ്റ് സർഫസ് അല്ലെ, ഈ വി ബ്ലോക്കിന് മുകളിലുള്ള ഫ്ലാറ്റ് സർഫസ് അല്ലെങ്കിൽ ഈ വി ബ്ലോക്കിലുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ്, ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത്തരത്തില് നമ്മളുടെ ഷേപ്പർ എന്ന് പറയുന്ന മെഷീനകത്ത് നമ്മൾ ചെയ്തെടുക്കാറുണ്ട്. ഓക്കെ ഫൈൻ. ദെൻ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? വെൻ ദ റാം റെസിപ്രോക്കേറ്റ് ഇൻ ടു ആൻഡ് ഫ്രോ അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ എന്താണ് റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും ഇൻ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മൂവ് ചെയ്യുന്നുണ്ടാവും. ദെൻ ദ ടൂൾ കട്ട് ദ മെറ്റീരിയൽ ഇൻ ഫോർവേഡ് സ്ട്രോക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കട്ടിംഗ് ഏത് സ്ട്രോക്കിൽ നടക്കുന്നു ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ കട്ടിങ് നമ്മുടെ ഷേപ്പർ എന്ന് പറയുന്ന മെഷീനകത്ത് നമുക്കറിയാം സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്താണ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോർവേഡ് സ്ട്രോക്ക് ഉണ്ടാവും, ഒരു റിട്ടേൺ സ്ട്രോക്ക് ഉണ്ടാവും. അപ്പൊ ഏത് സ്ട്രോക്കിലാണ് കട്ടിംഗ് നടക്കുന്നത്, ഏത് സ്ട്രോക്കാണ് ഐഡിയൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പം മുന്നോട്ട് പോകുന്ന സ്ട്രോക്ക് അല്ലെ, ഫോർവേഡ് സ്ട്രോക്കിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇവിടെ ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു അനിമേഷനകത്ത് മനസ്സിലാക്കുന്നുണ്ടാവും അല്ലെ, മുന്നോട്ട് പോകുമ്പോഴാണത് ആ മെറ്റീരിയൽ കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെ, കട്ടിങ് നടക്കുന്നുണ്ടാവും. സോ ഫോർവേഡ് സ്ട്രോക്കിലാണ് കട്ടിങ് ആക്ഷൻ നടക്കുന്നുണ്ടാവുക. അപ്പൊ റിട്ടേൺ സ്ട്രോക്ക് എങ്ങനെയായിരിക്കും?
റിട്ടേൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഐഡിയൽ സ്റ്റോക്ക് ആയിരിക്കും. അവിടെ എന്തുണ്ടാവില്ല? മെറ്റൽ റിമൂവൽ നടക്കുന്നുണ്ടാവില്ല. അപ്പൊ ഈ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മുന്നോട്ട് പോകുമ്പോൾ അധികം എന്താ സ്പീഡ് കുറവും, പുറകോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? നല്ല സ്പീഡും ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലായിരിക്കും അത് അറേഞ്ച് ചെയ്ത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കട്ടിങ് ടൈം നമുക്ക് എന്താണ് അത് വർക്ക് ചെയ്യുന്ന സമയം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ആ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ അതിനെ നമ്മൾ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെഷീൻ ടൂൾ ആണ് ഷേപ്പർ എന്ന് പറയുന്നത്. രണ്ട്, എന്തിനൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇപ്പൊ സർഫസ്, ഈ പറഞ്ഞ ഫ്ലാറ്റ് സർഫസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള സർഫസുകൾ, ഇൻക്ലൈൻഡ് പ്രൊഫൈൽസ്, അപ്പൊ അവിടെ കോൺവെക്സ് ഷേപ്പ് അല്ലെങ്കിൽ കോൺകേവ് ഷേപ്പുകളൊക്കെ പ്രൊഫൈലുകളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. അവിടെ നമുക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന എന്താണ് നമ്മുടെ ഒരു ടൂൾ അല്ലെ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിരിക്കും അവിടെ മൂവിംഗ് ആയിട്ടുള്ളത്. അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. എവിടെയായിരിക്കും? അത് റാം എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. സോ അത് എങ്ങനെയാണ്? ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. കട്ടിംഗ് നടക്കുന്നത് ഫോർവേഡ് സ്ട്രോക്കിലാണ്. റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഐഡിയൽ സ്ട്രോക്ക് ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. സോ അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ടുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റോക്ക്. അപ്പൊ ഫോർവേഡ് സ്റ്റോക്ക്, റിട്ടേൺ സ്റ്റോക്കിൽ നമ്മൾ കട്ടിംഗ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ, കട്ടിംഗ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു ടൂളിനെ നമുക്ക് എന്ത് ചെയ്യണം? അല്പം എന്താണ് മുകളിലേക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ടാവും അല്ലെ. ആ റിട്ടേൺ സ്റ്റോക്ക് സമയത്ത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ഫോർവേഡ് സ്റ്റോക്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? കട്ടിംഗ് നടക്കുന്നുണ്ടാവും അല്ലെ, ചിപ്പ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു മുന്നോട്ട് പോയി. ദെൻ രണ്ടാമത്തെ സ്റ്റോക്ക് പിറകോട്ട് വരുന്ന സ്റ്റോക്ക് ആണ് അല്ലെ. അപ്പൊ പിറകോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ടൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടൂൾ പോസ്റ്റ് ഉണ്ടാവും. സോ അതിനകത്ത് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചു. സോ ആ എൻറ്റയർ സിസ്റ്റം എന്താണ്? ഇവിടെ ഒരു പിവോട്ടഡ് ആണ്. അപ്പൊ ഇതിനെ ക്ലാപ്പർ ബോക്സ് എന്നാണ് പറയാം. ഇനി എന്താ വിളിക്കുക? ക്ലാപ്പർ ബോക്സ് എന്നാണ് പറയാം. അപ്പൊ ഇത്തരത്തിൽ പിവോട്ടഡ് ആകുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ്? കട്ടിങ് നടക്കുന്നുണ്ടാവും. പിറകോട്ട് പോകുമ്പോൾ എന്താണ്? ഈ ഒരു പിവോട്ടഡ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മുകളിലേക്ക് പൊങ്ങാൻ അല്ലെ, മുകളിലേക്ക് പൊങ്ങാനുള്ള ഒരു ചാൻസസ് ഉണ്ടാവും അല്ലെ. പിവോട്ടഡ് ആയതുകൊണ്ട് ഇവിടെ എന്താണ്? ഹിഞ്ചഡ് ആണ് അല്ലെങ്കിൽ പിവോട്ടഡ് ആണ്. അപ്പൊ എന്താണ്? മുകളിലേക്ക് പൊന്തുന്നുണ്ടാവും പുറകോട്ട് വരുന്ന സമയത്ത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്താണ്? ആ ഒരു ലിഫ്റ്റിംഗ് ആക്ഷൻ അവിടെ ആക്കുന്നുണ്ടാവും. എവിടെയാണ്? ഈ പറഞ്ഞ ക്ലാപ്പർ ബോക്സിനകത്ത് അല്ലെ. പിറകോട്ട് വരുന്ന സമയത്ത് ആ ഒരു കട്ടിംഗ് ടൂളിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, അല്പം പൊക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊക്കുന്നുണ്ടാവും. അതിലൂടെ എന്താണ്? നമുക്ക് ആ ഒരു കട്ടിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സ്മൂത്ത് ആയിട്ട് പുറകോട്ട് നമുക്ക് വരാൻ സാധിക്കും. സോ അത്തരത്തിലാണ് എന്ത് ആ ഒരു മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാപ്പർ ബോക്സ് മെക്കാനിസം ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ക്ലാപ്പർ ബോക്സ് മെക്കാനിസം എവിടെ യൂസ് ചെയ്യുന്നു? അത് നമ്മൾ ഷേപ്പറിലാണ് യൂസ് ചെയ്യുന്നത്. എന്തിന് യൂസ് ചെയ്യുന്നു? അത് പുറകോട്ട് വരുന്ന സമയത്ത് അല്ലെ. റിട്ടേൺ സ്റ്റോക്ക് എന്ന് പറയുന്ന ഐഡിയൽ സ്റ്റോക്ക് ആണ്. അപ്പൊ ആ ഐഡിയൽ സ്റ്റോക്കിനകത്ത് കട്ടിങ് നടക്കരുത്, അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ട് എന്താണ്? ആ കട്ടിംഗ് ടൂള് നമ്മുടെ സർഫസിൽ എന്താണ് കോണ്ടാക്ട് വന്നുകൊണ്ട് മറ്റ് സർഫസ് ഫിനിഷ് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? അത്തരത്തിൽ എന്താണ് ചെറുതായിട്ടൊന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് എന്താണ്? ഈ പറഞ്ഞ ടൂൾ ക്ലിയർ ഫ്രം ദ മെഷീൻഡ് സർഫസ്. ഈ പറഞ്ഞ മെഷീൻഡ് സർഫസിൽ നമുക്ക് ടൂളിനെ നമുക്ക് ക്ലിയർ ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ക്ലാപ്പർ ബോക്സ് മെക്കാനിസം? എന്താണ് ക്ലാപ്പർ ബോക്സ്? അതൊക്കെ ആണോ? ക്ലാപ്പർ ബോക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തായോ? ക്ലിയർ ആയോ? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ ആണോ? അത് അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ക്ലാപ്പർ ബോക്സ് എന്തിനു യൂസ് ചെയ്യുന്നു, എവിടെ യൂസ് ചെയ്യുന്നു? ഓക്കെ, അത് മതി നമുക്ക്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള പാർട്ടുകൾ. ഈ ഒരു ചിത്രത്തിനകത്ത് മിക്ക പാർട്ടുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ എന്തുണ്ടാവും? നമ്മുടെ ബേസ് ഉണ്ടാവും അല്ലെ. ഏറ്റവും താഴെ നമ്മുടെ ബേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. 12 എന്ന് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ബേസ് ആണ്. ബേസ്. അപ്പൊ ബേസിന്റെ മുകളിലായിരിക്കും എന്ത്? ബാക്കി എല്ലാം നമ്മൾ കെട്ടിയിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ബേസ് നമുക്ക് ഫൗണ്ടേഷൻ എന്നൊക്കെ പറയത്തില്ല. അപ്പൊ ബേസ് ഉണ്ടാവും. ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്? എന്ത് മെറ്റീരിയൽ ആയിരിക്കും? കാസ്റ്റ് ആയിരിക്കും പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമുക്ക് വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ് കാസ്റ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാസ്റ്റേൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ബേസ് ഒക്കെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആ ഒരു ബേസിന് മുകളിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മളുടെ കോളം എന്ന് പറയുന്ന സാധനം, അതായത് എന്താണ്? ഇതാണ് നമ്മുടെ കോളം എന്ന് പറയുന്നത്. ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാം? കോളം എന്ന് പറയാം. അപ്പം ഈ കോളം എന്ന് പറയുന്നത് കോളത്തിനുള്ളിലായിരിക്കും എന്ത്? ബാക്കി അതിന്റെ മെക്കാനിസം ഒക്കെ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. സോ ദിസ് വിൽ ബി ദ കോളം അല്ലെ. കോളം ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ റാം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ളത് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. മെയിൻ ആയിട്ടുള്ളതാണ് റാം അല്ലെ. റാം. അപ്പൊ റാം എന്ന് പറയുന്ന സാധനം എവിടെയാണ് സ്ലൈഡ് ചെയ്യുന്നുണ്ടാവുക? ഈ കോളത്തിന് മുകളിൽ എന്തുണ്ടാവും? ഒരു നമ്മുടെ ഒരു ഫ്ലാറ്റ് സർഫസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ അവിടെ ആയിരിക്കും സ്ലൈഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ. കോളത്തിന് മുകളിലായിരിക്കും സ്ലൈഡ് ചെയ്യുന്നുണ്ടാവുക റാം. അപ്പൊ റാമിന്റെ ഫ്രണ്ട് സൈഡിൽ എന്തുണ്ടാവും? ടൂൾ ഹെഡ് ഉണ്ടാവും അല്ലെ. ഫ്രണ്ട് സൈഡിൽ എന്തുണ്ടാവും? ടൂൾ ഹെഡ്. മെയിൻ ആയിട്ടുള്ളതാണ് ടൂൾ ഹെഡ്. അപ്പൊ ആ ടൂൾ ഹെഡിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ കട്ടിംഗ് ടൂള് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ ഈ പറഞ്ഞ ഇത് ക്ലാപ്പർ ബോക്സും അല്ലെങ്കിൽ ആപ്രോണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ തൽക്കാലം മെയിനായിട്ട് ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാം? ടൂൾ ഹെഡ് എന്ന് പറയാം. ടൂൾ ഹെഡ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ബേസ്, അതിനുശേഷം നമ്മൾ പഠിച്ചു കോളം അല്ലെ. കോളം. ഈ കോളം എന്ന് പറയുന്നത് മൊത്തത്തിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു മെക്കാനിസവും
മറ്റു കാര്യങ്ങളൊക്കെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോളമാണ്. ഓക്കെ, ആ കോളത്തിന്റെ മുകളിലെ വശത്ത് എന്തുണ്ടാവും? ഒരു സർഫസ്, ഫ്ലാറ്റ് സർഫസ് ഉണ്ടാവും. അവിടെ ആയിരിക്കും എന്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ റാമിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് എന്തുണ്ടാവും? നമ്മുടെ ടൂൾ ഹെഡ് ഉണ്ടാവും. ടൂൾ ഹെഡ്. ഓക്കെ, അപ്പൊ ടൂൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വർക്ക് സെറ്റ് ചെയ്യണ്ടേ? വർക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ടേബിൾ വേണം. ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മുടെ ടേബിൾ. അപ്പൊ ടേബിളിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഇതിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ നമ്മൾ സെറ്റ് ചെയ്യും. വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, ഫോർ എക്സാമ്പിൾ മെഷീൻ വൈസ്, അല്ലെങ്കിൽ സ്ട്രാപ്പ് ക്ലാമ്പേഴ്സ്, അങ്ങനെയൊക്കെയുള്ള. അപ്പം ഈ ടീ ബോൾട്ട് ഒക്കെ ഇട്ടിട്ട്, അപ്പൊ ഇവിടെ നമുക്ക് ടീ സ്ലോട്ടുകൾ ഉണ്ടാവും. അപ്പൊ ടീ സ്ലോട്ടിനകത്തേക്ക് നമ്മൾ ടീ ബോൾട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രാപ്പ് ക്ലാമ്പ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്കിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതല്ല, നമുക്ക് മെഷീൻ വൈസ് ഉണ്ടെങ്കിൽ വൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ടേബിളിനെ നമുക്ക് എന്താണ് ഉയർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടേബിളിന്റെ ഹൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു എന്താണ് ഇത്തരത്തിലുള്ള എലിവേറ്റിംഗ് സ്ക്രൂ ഉണ്ടാവും. ഈ കാണുന്നതാണ് എലിവേറ്റിംഗ് സ്ക്രൂ എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെയുള്ള മെയിൻ ആയിട്ട് നമുക്ക് പാർട്ടുകൾ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിളിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് എന്ന് പറയുന്നതാണ്. ടേബിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ടേബിൾ നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ ക്ലാപ്പർ ബോക്സ് ഓൾറെഡി നമ്മൾ കണ്ടു. എവിടെയാണ് ക്ലാപ്പർ ബോക്സ് ഉണ്ടാവുക? ഈ ഭാഗത്തായിരിക്കും, അല്ലെ? ക്ലാപ്പർ ബോക്സ് പിവോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൂള് പുറകോട്ട് പോകുന്ന സമയത്ത് ഇത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ക്ലാപ്പർ ബോക്സ് എവിടെയാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി. ദെൻ ഏപ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്ലാപ്പർ ബോക്സിന് തൊട്ട് പിന്നിലുള്ള ഒരു സാധനമാണെന്ന്, ഒരു ഏരിയയാണ് ഏപ്രോൺ എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് കാണും അതെന്താന്നുള്ളത്. സോ അത്തരത്തിൽ ഏപ്രോൺ അല്ലെ, ക്ലാപ്പർ ബോക്സിന് പുറകിലായിട്ട് ഏപ്രോൺ ഉണ്ട്. ദെൻ നമ്മുടെ ആ ഒരു ഡൗൺ ഫീഡ് ഹാൻഡിൽ എന്താണ്? മുകളിൽ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ, 5 എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഹാൻഡിൽ തിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു കട്ടിംഗ് ടൂൾ താഴേക്ക് പോകുന്നുണ്ടാവുക. ഡൗൺ ഫീഡ് താഴേക്കും മുകളിലേക്കും, അല്ലെ? ഡൗൺ ഫീഡ് അപ്പ് ഫീഡ് നമുക്ക് മുകളിലേക്ക്, താഴേക്കാണ് ഡൗൺ ഫീഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു മൈക്രോമീറ്റർ കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? ഈ പറഞ്ഞ രീതിയിൽ ഒരു ചെറിയ ഗ്രാജുവേഷൻസ് കൊടുത്തിട്ട് നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓൾറെഡി നമ്മൾ കണ്ടു എന്താണ്? ഇത്തരത്തിലുള്ള വി ബ്ലോക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ്? ആംഗിൾ ചെയ്യണം, അല്ലെ? ഇത്തരത്തിൽ നമുക്ക് ചരിച്ചു വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു മൈക്രോമീറ്ററിനകത്ത് നമ്മൾ ആംഗിളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചരിക്കുന്നുണ്ടാവും. ആ ചരിക്കുമ്പോൾ എത്രത്തോളം ആംഗിൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാജുവേഷൻസ് വേണം. അപ്പൊ അത്തരത്തിലുള്ള സ്യുവൽ ബേസ്ഡ് ഡിഗ്രി ഗ്രാജുവേഷൻസ്, അല്ല, ആ ഒരു ബേസ് നമുക്ക് എന്ത് ചെയ്യാം? സ്യുവൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിൽ സ്വെല്ലിംഗ് ബേസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ ഗ്രാജുവേഷൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഹാൻഡ് വീൽ ഫോർ പൊസിഷനിങ് സ്ട്രോക്ക് അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഈ പറഞ്ഞ ആ ഒരു സ്ട്രോക്ക് ലെങ്ത്. ഓക്കെ, സ്ട്രോക്ക് ലെങ്ത് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് വീൽ കൊടുത്തിട്ടുണ്ട്, അല്ലെ? സ്ട്രോക്ക് ലെങ്ത്. അപ്പൊ പൊതുവെ നമ്മൾ ഈ പറയുന്ന ഷേപ്പർ മെഷീനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് സ്ട്രോക്ക് ലെങ്തിന്റെ അടിസ്ഥാനത്തിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രോക്ക് ലെങ്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, സ്ട്രോക്ക് ലെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും മെയിൻ ആയിട്ട്. ഓക്കെ, ഫൈൻ. ദെൻ ഓക്കെ, ക്ലിയർ ആയിരിക്കുന്നു. റാം ബ്ലോക്ക് ലോക്കിംഗ് ഹാൻഡ്, ഈ പറഞ്ഞ ഇതിൽ ആ ഒരു ബ്ലോക്ക് എന്താണ്? റാം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? മൊത്തത്തിൽ ഒരു ലിവർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ റാം എന്താണെന്ന് ഓൾറെഡി കണ്ടു. ദെൻ കോളം ഓൾറെഡി നമ്മൾ കണ്ടു. ദെൻ ഡ്രൈവിംഗ് പുള്ളി, അല്ലെ? ഇവിടെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെ? പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ മെയിൻ ആയിട്ട് ഡ്രൈവിംഗ് പുള്ളി ഉണ്ടാവും, ഡ്രിവൻ പുള്ളി ഉണ്ടാവും. സോ ഇവിടെ എന്താണ്? ഡ്രൈവിംഗ് പുള്ളി എന്ന് പറയുന്നത് ഈ ഒരു വലിയൊരു പുള്ളി ഉണ്ടാവും, ഡ്രൈവിംഗ് പുള്ളി. ദെൻ അതുമായി ബന്ധപ്പെട്ട് ഫീഡ് ഡിസ്ക് ഉണ്ടാവും. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് ഫീഡുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഫീഡ് ഡിസ്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫീഡ് ഡിസ്കും. ദെൻ പൗൾ മെക്കാനിസം. ഓക്കെ, അപ്പൊ പൗൾ മെക്കാനിസം എവിടെയാണെന്നുള്ളത് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എവിടെയാണ്? ഇത്തരത്തില് നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് ഫീഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് പൗൾ മെക്കാനിസം, അല്ലെ? റാച്ചറ്റ് ആൻഡ് പൗൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? റാച്ചറ്റ് ആൻഡ് പൗൾ. അപ്പൊ അത്തരത്തിൽ പൗൾ മെക്കാനിസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെയ്ത്തിൽ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് പൗൾ മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ 15 നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ്? ആ ഒരു എലിവേറ്റിംഗ് സ്ക്രൂ. അപ്പൊ ഇത്രയാണ് ആ ഒരു മെഷീനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ബേസിക് ഐഡിയ. പാർട്ടുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയാണ് പാർട്ട്, എവിടെയാണ് റാം, എവിടെയാണ് ക്ലാപ്പർ ബോക്സ്, എവിടെയാണ് ടേബിൾ, നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ചിത്രമൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷെ നമുക്കൊരു ഐഡിയ വേണം എവിടെയാണ് ഇന്ന കാര്യങ്ങൾ എവിടെയാണെന്നുള്ളത്. അപ്പൊ എന്താണ് കോളം, എന്താണ്, അല്ലെങ്കിൽ ബേസ് എവിടെയാണ്, ടേബിൾ എവിടെയാണ്, റാം എവിടെയാണ്, ക്ലാപ്പർ ബോക്സ് എവിടെയാണ്, ആപ്രോൺ എവിടെയാണ്, ഓക്കെ, അല്ലെങ്കിൽ ആ ഡൗൺ ഫീഡ് ഹാൻഡിൽ എവിടെയായിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുക. ഓക്കെ, ഇത് ഓക്കെ ആണോ? ചിത്രം ഓക്കെ ആണോ? ഓക്കെ സാർ, ഫൈൻ. സോ നെക്സ്റ്റ് നമുക്ക് 1 by 1 അതിന്റെ പ്രത്യേകതകളോട് ഒന്ന് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ദെൻ കമ്പോണൻസ് ഓഫ് ഷേപ്പർ മെക്കാനിസം. ഒന്ന് നമ്മൾ പഠിക്കുന്ന ബേസ് ആണ്, ബേസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ്? സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. സോ നെസസറി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് യൂസ് ചെയ്യുന്നത്. മറ്റ് മെഷീനിലെ പോലെ തന്നെ ഇവിടെ എന്ത് തന്നെയാണ്? സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് റിജിഡ്ലി ബോൾട്ടഡ് ടു ദ ഫ്ലോർ ഓഫ് ദ വർക്ക്ഷോപ്പ്. ഈ പറഞ്ഞതിൽ എന്താണ്? ആ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ ബോൾട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിജിഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സംശയമൊന്നും വേണ്ട.
ദെൻ ഇത് ഡിസൈൻഡ് ടു ടേക്ക് അപ്പ് എന്താണ് എൻറ്റയർ ലോഡ് ഓഫ് ദ മെഷീൻ ഫോഴ്സസ് ഡെവലപ്ഡ് ബൈ ദ ഓപ്പറേഷൻ. ഈ പറയുന്ന ഓപ്പറേഷനിലെ ഫലമായിട്ടൊക്കെ വരുന്ന ലോഡ് നമുക്ക് എൻറ്റയർ ലോഡ് നമുക്ക് താങ്ങി എന്താണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ബേസ് എന്ന് പറയുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ് കാസ്റ്റ് അയൺ. ഇത് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്തിനാണ് ഇതിന്റെ പ്രത്യേകത? ദാറ്റ് ഈസ് റെസിസ്റ്റ് വൈബ്രേഷൻ ആൻഡ് ടു ടേക്ക് അപ്പ് ഹൈ കംപ്രസീവ് ലോഡ് അല്ലെ. ഹൈ കംപ്രസീവ് ലോഡ് നമുക്കറിയാം. എന്ത് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ. ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് എന്താണ് നിലത്ത് വീണാൽ പൊട്ടിപ്പോകും അല്ലെ. സോ അതുകൊണ്ട് ബ്രിട്ടിലാണ്, അതുപോലെ തന്നെ ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ പറയുന്ന കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് കംപ്രസീവ് ലോഡ് എടുക്കുന്നുണ്ടാവും നല്ല രീതിയിൽ അല്ലെ. കംപ്രസീവ് ലോഡ് എടുക്കുന്നുണ്ടാവും. പക്ഷെ അത് ടെൻസൈൽ ലോഡ് എടുക്കുമോ? ഇല്ല, ടെൻസൈൽ ലോഡ് എടുക്കില്ല അല്ലെ. ടെൻസൈൽ ലോഡ് എടുക്കില്ല, കംപ്രസീവ് ലോഡ് എടുക്കുന്നുണ്ടാവും. സോ ബ്രിട്ടിലായിരിക്കും, അത്യാവശ്യം ഹാർഡ് ആയിരിക്കും. ഓക്കെ, സോ നിർത്തുന്നാൽ മതി ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ കാസ്റ്റ് ചെയ്യാൻ, അതാണ് ഇമ്പോർട്ടന്റ്. സോ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.